everyone, welcome back. So, നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയാണ്. ദ മോസ്റ്റ് എഫക്റ്റീവ് സ്ട്രാറ്റജി ടു ക്രാക്ക് നീറ്റ് മാത്രമല്ല ഏതൊരു എൻട്രൻസ് എക്സാമിനേഷൻ ആയിക്കോട്ടെ, എൻട്രൻസ് എക്സാമിനേഷനും അപ്പുറം നിങ്ങൾക്ക് ലൈഫിൽ എന്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗോളും ആയിക്കോട്ടെ, എന്തൊരു കാര്യവും അച്ചീവ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ഒരു വലിയൊരു ഡിഫറൻസ് തന്നെ ഉണ്ടാക്കും. നിങ്ങളെല്ലാവരും കാണണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വീഡിയോ ആണിത്. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കണ്ടന്റ് ആണ്. ഈ ഒരു കാര്യം കണ്ടതിന് ശേഷം ലൈഫിൽ തന്നെ വലിയൊരു മേജർ ഡിഫറൻസ് ഉറപ്പായിട്ടും ഉണ്ടാക്കുന്നു. എൻ്റെ ലൈഫിൽ അത് അത്രമാത്രം ഡിഫറൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിത് ഫോളോ ചെയ്യാൻ തുടങ്ങിയതെന്ന് വെച്ചാൽ നിരന്തരം പരാജയങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടൊരു വിജയം കണ്ടു തുടങ്ങിയത് ഞാൻ ഈ ഒരു കാര്യം എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്ത് തുടങ്ങിയതിന് ശേഷമാണ്. സോ നമുക്ക് തുടങ്ങാം. നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ കുട്ടികൾ സങ്കടം പറഞ്ഞൊരു കാര്യമാണ് 10-16 മണിക്കൂറൊക്കെ പഠിച്ചിട്ടും നീറ്റ് മറ്റ് പല എൻട്രൻസ് എക്സാമിനേഷനും ക്ലിയർ ആക്കാൻ പറ്റില്ല. പക്ഷെ പലരും 8 മണിക്കൂറൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഈസി ആയിട്ട് ക്ലിയർ ആക്കുന്നുമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ടൈം പഠിച്ചിട്ടും എനിക്ക് ക്ലിയർ ആക്കാൻ പറ്റാത്തത്? എന്തുകൊണ്ടാണ് ഇത്രയും എഫേർട്ട് ഞാൻ ഇട്ടിട്ടും എനിക്ക് ക്ലിയർ ആക്കാൻ പറ്റാത്തത്? ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ കഷ്ടപ്പാടുകൾ പിന്നെയും വന്നുകൊണ്ടേയിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് ഒരു ഉത്തരമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ലൈഫിൽ നമ്മളൊരു ആഗ്രഹത്തെ പറ്റി ചിന്തിക്കുമ്പോൾ എന്തൊരു ഇമോഷനാണോ നമുക്ക് കൂടുതലും ഉണ്ടാകുന്നത് അതാണ് ലൈഫിൽ നമുക്ക് കൂടുതലും ആ ഒരു ആഗ്രഹത്തെ പറ്റി ഇപ്പം നമുക്ക് നീറ്റ് ക്ലിയർ ആക്കുന്നതിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഭയങ്കരമായ ടെൻഷൻ ഉണ്ടാകുന്ന കുട്ടി നീറ്റ് ക്ലിയർ ആക്കാൻ വളരെ ചാൻസ് കുറവാണ്. ദിസ് ഇസ് ദ ഹാർഷ് ട്രൂത്ത് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ടെൻഷനും സ്ട്രെസ്സും എല്ലാം മാറ്റി വെച്ച് കുറേ ഹാപ്പി ആയിട്ടുള്ള ഇമോഷൻസ് കൊണ്ടുവരിക എന്ന ആ ഒരു നീറ്റിനെ പറ്റി ചിന്തിക്കുമ്പോൾ കുറേ ഹാപ്പി ആയിട്ടുള്ള ഇമോഷൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ നീറ്റല്ല എല്ലാ എക്സാമും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ പറ്റും. സോ എങ്ങനെയാണ് നടത്തുക എന്നുള്ളതാണ്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മളെല്ലാവരും എന്തെങ്കിലും തരത്തിൽ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാത്ത വ്യക്തിയാണെങ്കിൽ പോലും നമ്മുടെ ലൈഫിൽ ഒരു 10 മിനിറ്റ് നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുക തന്നെ ചെയ്യണം. എത്ര 16 മണിക്കൂർ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും ഈ ഒരു 10 മിനിറ്റ് നിങ്ങൾ മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് ലൈഫിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടാവും. സോ ഈ ഒരു 10 മിനിറ്റ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് ഒരു ഫ്രീ ആയിട്ട് അധികം ആരും നിങ്ങളെ ശല്യം ചെയ്യാത്ത ഒരു 10 മിനിറ്റ് നിങ്ങൾ മാറ്റി വെക്കുക. ഈ 10 മിനിറ്റിൽ ആദ്യത്തെ ഒരു 2 മിനിറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീപ്പ് ബ്രീത്ത് എടുത്ത് നല്ല രീതിയിൽ തന്നെ ഡീപ്പ് ബ്രീത്ത് എടുത്ത് വിട്ട് നിങ്ങൾ നല്ല രീതിയിൽ റിലാക്സ് ആവാൻ വേണ്ടി ട്രൈ ആക്കുക. ബോഡി കംപ്ലീറ്റ്ലി റിലാക്സ് ആക്കുക, മൈൻഡ് ഫുള്ളി റിലാക്സ്ഡ് ആക്കുക. ആൻഡ് നെക്സ്റ്റ് 2 to 4 മിനിറ്റ്സ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷം മൂഡ് എലവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പിനെസ് തരുന്ന ഏറ്റവും കൂടുതൽ സന്തോഷം മൂഡിനെ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിനെ പറ്റി കണ്ടിന്യൂസ് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ആദ്യം നിങ്ങളുടെ ബോഡി റിലാക്സ് ചെയ്തു, പിന്നെ നിങ്ങളുടെ ഈ മൂഡ് എലവേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിൽ നിങ്ങൾ ഭയങ്കര ഹാപ്പിയാവും. നിങ്ങൾക്ക് പോസിറ്റീവ് വൈബ്രേഷൻസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങും ആ ഒരു 4 മിനിറ്റ്. അപ്പോൾ ആദ്യത്തെ 6 മിനിറ്റ് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് 4 മിനിറ്റ്സ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് എത്തിയതിന് നിങ്ങൾ താങ്ക്സ് പറയുക. നിങ്ങൾ കണ്ടിന്യൂസ്ലി കീപ്പ് ഓൺ സീയിങ് താങ്ക് യു ലൈക്ക് യു ഹാവ് അച്ചീവ്ഡ് ഇറ്റ് ഓൾറെഡി. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾ അച്ചീവ് ചെയ്തതിനു ശേഷം നിങ്ങൾ നന്ദി പറയുക. കാരണം നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പിനെസ് ഉള്ളൊരു കാര്യം നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെ പറ്റി ചിന്തിച്ച് നിങ്ങളുടെ മൂഡ് എലവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഉറപ്പുള്ളൊരു കാര്യം ചിന്തിച്ച് ആ ഒരു 4 മിനിറ്റ് നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ആ ഒരു ഹാപ്പി ആയിട്ടുള്ള ആ ഒരു മൂഡിൽ നിങ്ങൾ കീപ്പ് ഓൺ സേയിങ് താങ്ക് യു ഫോർ വാട്ട് യു ഹാവ് അച്ചീവ്. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾ സാധിച്ചു എന്ന നിലയ്ക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് താങ്ക് യു പറയും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വല്ലാത്തൊരു പോസിറ്റിവിറ്റി ഉണ്ടാവും. ഈ ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് ദിവസത്തിൽ 1 വട്ടമല്ല 2 വട്ടം രാവിലെയും വൈകിട്ടും ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള 2 നേരം ഒരു ദിവസം ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫേ മാറും. ദിസ് ഇസ് ഗോയിങ് ടു മേക്ക് എ ഹ്യൂജ് ഡിഫറൻസ് ഓൺ യുവർ ലൈഫ്. എൻ്റെ ലൈഫിൽ ഞാൻ അത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ ലൈഫിൽ ഇത് വലിയൊരു ഡിഫറൻസ് ഉണ്ടാക്കി തുടങ്ങിയ ഒരു കാര്യമാണ്. കേൾക്കുമ്പോൾ വളരെ ചെറിയൊരു കാര്യമായിട്ട് തോന്നും, പക്ഷെ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയാൽ യുവർ ലൈഫ് ഇസ് ഗോയിങ് ടു ഡെഫിനറ്റ്ലി ചേഞ്ച്. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിനേക്കാൾ ഒരുപാട് വേണം നിങ്ങളുടെ ലൈഫ് പോകുന്നത്, എനിക്ക് അത്രയ്ക്ക് ഉറപ്പാണ്. സോ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങും. പല കുട്ടികളും സങ്കടം പറയുന്നൊരു കാര്യം 10-16 മണിക്കൂർ പഠിച്ചു. ഈ വർഷത്തെ നീറ്റ് 2025 ടോപ്പറൊക്കെ 8 മണിക്കൂറേ പഠിച്ചിട്ടുള്ളൂ ഡെയിലി. പക്ഷെ നിങ്ങൾ ഇതിനേക്കാളൊക്കെ അപ്പുറം പഠിച്ചിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് നീറ്റ് പോലും ക്ലിയർ ആക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു ചോദ്യത്തിനൊക്കെ ഉത്തരമാണിത്. അതായത് പല ആൾക്കാരും ഭയങ്കര പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റോട് കൂടി ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഏതൊരു നമ്മൾ ആഗ്രഹിക്കുന്ന എന്തും നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ എങ്ങനെ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ളതിനൊരു ഈസി ആയിട്ടുള്ള എളുപ്പമായിട്ടുള്ളൊരു വഴിയാണത്. ഈ ഒരു 10 മിനിറ്റ് ഞാൻ പറഞ്ഞ അതേ രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ യു ആർ ഗോയിങ് ടു ഡെഫിനറ്റ്ലി സീ ദ റിസൾട്ട്. നിങ്ങൾക്ക് എവിടെയും എടുത്ത് കാണാൻ പറ്റും. പ്ലീസ് ഡു ഫോളോ ദിസ്. ഇത് ഞാൻ നിങ്ങളോട്
അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കി. ലൈഫിൽ ഒരുപാട് ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു നിങ്ങൾ എല്ലാവരും ഫോളോ ചെയ്യണമെന്ന്. യു ആർ ഗോയിങ് ടു സീ എ ഹ്യൂജ് ഡിഫറൻസ് ഇൻ യുവർ ലൈഫ്. താങ്ക് യു.